ഈ ദൈവവചനം എന്തിനാണ് വായിക്കുന്നത് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിങ്ങനെയാണ്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതായത് ഈ ദൈവവചനമെല്ലാം, അല്ലെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ തിരുവചനം എന്ന് പറയുന്നത് അത് ദൈവനിവേശിതമാണ്, അല്ലെങ്കിൽ ദൈവത്താൽ നിറയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദൈവം ആവസിച്ചിരിക്കുന്നതാണ് ദൈവവചനം എന്നാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവ പ്രബോധനം പഠിപ്പിക്കുന്നതിനും ശാസനത്തിനും. ശാസനം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ്. ആരെയും ശാസിക്കാൻ പാടില്ല. അതിപ്പോൾ ആരെന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, സാരമില്ല, നന്നായി വരും, കരുണ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോൾവാക്കി വിടുവാണ്. പൗലോസ്ലീഹ അങ്ങനെയല്ല പറയുന്നത്. പ്രബോധനത്തിനും ശാസനത്തിനും, അതായത് തെറ്റ് ചെയ്തവനെ ശാസിക്കണമെന്ന് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കാണാം. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. തെറ്റ് ചെയ്തവനെ ശാസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ അവനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ സാരമില്ലെന്നും പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തവനെ ശാസിക്കണം. അതുപോലെ തന്നെ തെറ്റ് തിരുത്തലിനും. അപ്പോൾ തെറ്റ് തിരുത്തൽ എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് തെറ്റ് തിരുത്താം. എന്നാൽ ദൈവവചനം പറയുന്ന രീതിയിൽ വേണം തെറ്റുകൾ തിരുത്താൻ. അത് നിയമാവർത്തന പുസ്തകത്തിലും അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നുണ്ട്. ഈ തെറ്റ് തിരുത്തലിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ തെറ്റ് തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതി. അപ്പോൾ ആ പരിശീലനം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള പരിശീലനം, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള പരിശീലനം ദൈവവചനം വായിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇത് പുതിയ നിയമത്തിൽ ദൈവവചനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് വായിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഉപയോഗങ്ങൾ ദൈവവചനം വായിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനേകം നന്മകൾ, നേട്ടങ്ങൾ ദൈവവചനം നിരന്തരം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ കിട്ടും. അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്. പഴയ നിയമം മാത്രം അല്ല, പുതിയ നിയമം മാത്രം പോരെ, പഴയ നിയമം വേണോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഉത്തരം കൂടിയാണിത്. അതായത് ഞാനൊരു വചനം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അന്നേരം എന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പുതിയ നിയമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വചനം മനസ്സിലേക്ക് വരും. അപ്പോൾ അത് നോക്കി, അപ്പോൾ അതും ഇതും ഒന്നാണെന്ന് സ്ഥിരീകരിക്കും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ എന്തെങ്കിലും ഒരു വചനം കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ അന്നേരം എന്നെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഈ പഴയ നിയമവും പുതിയ നിയമവും എന്നൊരു വേർതിരിവ് ദൈവവചനത്തെ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ഇത് രണ്ടും തുല്യ പ്രാധാന്യമാണ്. ഇത് രണ്ടും ഒന്നാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന കാലത്തിനും സമയത്തിനും ഒക്കെ അനുസരിച്ചുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ആ ഭാഷയുടെ പ്രയോഗത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ആശയമെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പഴയ നിയമം മാത്രം മതി, അല്ല പഴയ നിയമം വേണ്ടെന്നൊക്കെ പറയുന്ന വാദങ്ങൾ നടത്തുന്ന പല പണ്ഡിതന്മാരും ഉണ്ട്. അല്ല പഴയ നിയമം നമ്മൾ കാര്യമായിട്ടും മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പുതിയ നിയമം മാത്രം മതി, അല്ലെങ്കിൽ പുതിയ നിയമം വേണ്ടെന്നും പറഞ്ഞുള്ള അങ്ങനെയുള്ള ടീമുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു മറുപടിയും കൂടിയാണ്. എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. എന്നെ ഇത് ആരും പഠിപ്പിച്ചതൊന്നുമല്ല, പരിശുദ്ധാത്മാവ് എന്നെ നേരിട്ട് പഠിപ്പിച്ചതാണ് എന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ പുതിയ നിയമം മാത്രം വായിച്ചാൽ പോരാ, പഴയ നിയമവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ഒരു ക്രിസ്തുശിഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ.